നമസ്കാരം. എൻ പൗരൻ തലാൽ അബ്ദു മെഹദിയുടെ കൊലപാതക കേസിൽ സനയിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കാന്തപുരത്തിന്റെ അറിയിപ്പ് പ്രതീക്ഷാവഹമാണെങ്കിലും തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താ മെഹദി വധശിക്ഷ റദ്ദാക്കുന്നതിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു. ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞതിനർത്ഥം വിധി റദ്ദാക്കിയെന്നല്ലെന്ന തലാലിന്റെ സഹോദരന്റെ പുതിയ കുറിപ്പാണ് വീണ്ടും ആശങ്കയ്ക്ക് ഇടയാക്കിയത്. ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞത് അസാധാരണമല്ല, ഇത്ര കോലാഹലം ഉണ്ടാക്കാൻ പോകുന്നത്ര വലിയ അത്ഭുതവുമല്ല. സമാനമായ കേസുകളിൽ പലപ്പോഴും സംഭവിക്കാറുള്ള സ്വാഭാവിക നടപടി മാത്രമാണ്. നിയമത്തെക്കുറിച്ച് അല്പമെങ്കിലും ബോധമുള്ള ആർക്കും ഇത് നന്നായി അറിയാമെന്നും അബ്ദുൽ ഫത്താ മെഹദി കുറിച്ചു. സെഷൻസ് കോടതിക്ക് നിശ്ചിത കാലയളവിലേക്ക് വിധി നടപ്പാക്കുന്നതെന്ന് മാറ്റിവെക്കാൻ അധികാരമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഞങ്ങളുടെ ഉണങ്ങാത്ത മുറിവുകളിൽ പടുത്തുയർത്തിയ വ്യാജ വിജയത്തിനായി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. സത്യം പരാജയപ്പെടില്ല. ശിക്ഷ നടപ്പാക്കാനുള്ള പുതിയ തീയതി ഉടൻ വരുമെന്നും മെഹദി പറയുന്നു. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന റിപ്പോർട്ടുകൾ തെറ്റെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാളും വ്യക്തമാക്കി. സങ്കീർണമായ വിഷയമാണിതെന്നും സർക്കാർ സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശ്രമഫലമായി വധശിക്ഷ മാറ്റിവെച്ചു. വിഷയത്തിൽ ഇടപെടാൻ സർക്കാരുകളുമായി ബന്ധപ്പെടുന്നുണ്ട്. അഭ്യൂഹങ്ങൾ അടിസ്ഥാനമാക്കി റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കരുത്. തെറ്റായ മാധ്യമ റിപ്പോർട്ടുകൾ ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിക്കരുതെന്നും വിദേശകാര്യ വക്താവ് ആവശ്യപ്പെട്ടു. വധശിക്ഷ തടഞ്ഞതിന് പിന്നാലെ ശിക്ഷ ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് തലാലിന്റെ കുടുംബം രംഗത്തെത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ശിക്ഷ നടപ്പാക്കാൻ പുതിയ തീയതി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട കുടുംബം അറ്റോർണി ജനറലിന് കത്ത് നൽകിയെന്നായിരുന്നു റിപ്പോർട്ട്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ പങ്കിടരുതെന്ന് ഭർത്താവ് ടോമി തോമസും പ്രതികരിച്ചിരുന്നു. മോചനത്തിന് ഇത് തടസ്സമാകുമെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്നും അവയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. യമനിലെ കൊലപാതക കേസിൽ വധശിക്ഷ നേരിടുന്ന ഇന്ത്യൻ പൗരയായ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവ തെറ്റാണ്. വൈകാരിക പ്രാധാന്യമുള്ള ഈ വിഷയത്തിൽ തെറ്റായ വിവരങ്ങളും ഊഹാപോഹങ്ങളും ഒഴിവാക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. യമന്റെ തലസ്ഥാനമായ സനയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനമുണ്ടായതായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറാണ് പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും വന്നത്. നേരത്തെ പലവട്ടം തലാലിന്റെ സഹോദരൻ കുറിപ്പുമായി രംഗത്ത് വന്നിരുന്നു. സഹോദരന്റെ രക്തത്തിന് പ്രതികാരം ചെയ്യുക എന്ന ന്യായമായ ആവശ്യത്തിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകില്ലെന്നും വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും അംഗീകരിക്കില്ലെന്നുമാണ് മിക്ക പോസ്റ്റുകളിലും അബ്ദുൽ ഫത്താഹ് മെഹദി ആവർത്തിക്കുന്നത്. തലാലിനെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചുമൂടിയ വാട്ടർ ടാങ്കിന്റെ ചിത്രം കൂടി പങ്കുവച്ചാണ് മറക്കാനാകാത്ത ടാങ്ക് എന്ന കുറിപ്പ് ജൂലൈ 23-ന് സഹോദരൻ പങ്കുവച്ചത്. യമൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ കുറ്റകൃത്യത്തിന്റെ നിശബ്ദ സാക്ഷിയായ ടാങ്ക് എന്നായിരുന്നു ചിത്രത്തിന് നൽകിയ അടിക്കുറിപ്പ്. ഹൃദയങ്ങളെ നടുക്കുകയും മനുഷ്യത്വത്തെ തകർക്കുകയും ചെയ്ത ഒരു കുറ്റകൃത്യത്തിന്റെ നിശബ്ദ സാക്ഷിയാണ് ഈ ടാങ്ക് എന്നായിരുന്നു അദ്ദേഹം എഴുതിയത്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷൈഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ വടക്കൻ യമനിലെ ഭരണാധികാരികളും രാജ്യാന്തര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് വധശിക്ഷ റദ്ദാക്കാൻ തീരുമാനം കൈക്കൊണ്ടത് എന്നാണ് വാർത്ത വന്നത്. നേരത്തെ ജൂലൈ 16-ന് നിശ്ചയിച്ച വധശിക്ഷ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായി നീട്ടിവെക്കുകയായിരുന്നു. 2017-ൽ യമൻ പൗരനായ തലാൽ അബ്ദു മെഹദിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നിമിഷപ്രിയയ്ക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചത്. വിധി നടപ്പാക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കവെയാണ് ശിക്ഷ നീട്ടിവെച്ചത്. തൊടുപുഴ സ്വദേശി ടോമി തോമസിന്റെ ഭാര്യയാണ് നിമിഷപ്രിയ. നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന തലാൽ അബ്ദു മെഹദി പാസ്പോർട്ട് പിടിച്ചെടുത്ത് ക്രൂരമായി പീഡിപ്പിച്ചതിനാലാണ് കൊലപാതകം നടത്തിയതെന്നാണ് നിമിഷപ്രിയയുടെ വാദം.